ഓക്കെ ഗൈസ്, ഇന്നില്ലേ നമ്മൾ കളിക്കാൻ പോണത് ഹൈഡ് ആൻഡ് സീക്ക്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ലാട്ടാ, ഇവിടെ പവർ പെട്രോളിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ മാർഷൽ ഉണ്ട്, റബിൾ വന്നിട്ടുണ്ട്, ജെയ്സ് വന്നിട്ടുണ്ട്, പിന്നെ സ്കൈ, സൂമ, റോക്കി ഇവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ കളിയാണ് കേട്ടോ. ഡിഫിക്കൽട്ടി ലെവൽ ഈസി, അതുകൊണ്ട് ഇന്ന് കളി വലിയ കുഴപ്പമുണ്ടാവില്ല. നമുക്കപ്പോൾ ഫസ്റ്റ് ആരാ കണ്ടുപിടിക്കുന്നത് അവരായിരിക്കും അടുത്ത കളി കാണുക. അപ്പോൾ ഫസ്റ്റ് ആരാണ്ടെന്ന് അണ്ണന്നല്ലേ പുതിയത്? ഞാനാ? ശരി. അപ്പം എല്ലാവരും കണ്ടോ, ഞാൻ ഈ വീട്ടിക്കകത്താണ് കയറാൻ പോണത്. അവർ കണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കപ്പോൾ ഇവിടെ എണ്ണം 1 100 വരെ എണ്ണം 1 2 3. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ പോയി വിളിച്ചിരിക്കാം കേട്ടാ. നമ്മളപ്പോൾ ആദ്യം ഇവിടേക്ക് പോയൊക്കെ വീടിൻ്റെ അകത്തേക്ക് കയറണ്ട. ഒരു ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ വിളിച്ചിരിക്കാം. ഇത് നല്ലൊരു സ്ഥലമാണ്. നമുക്കപ്പോൾ ഇവിടെ വിളിച്ചിരിക്കാം. റബിൾ ഓൺ ദ ഡബിൾ. ഞാനിപ്പോൾ അവിടെ പോയിട്ട് വിളിച്ചിരിക്കുക. വീടിൻ്റെ അകത്തേക്ക് കയറണ്ട, വേറെ ടൈം പോയി വിളിച്ചിരിക്കാം. അവിടെ ഒരു വീടുണ്ട്, അവിടെയാണ് അണ്ണനെ എണ്ണാൻ പോയത്. നമുക്കപ്പോൾ വേറെ ഏതൊരു വീട്ടിൽ വിളിച്ചിരിക്കാം. ഞാനിപ്പോൾ ഏത് വീട്ടിൽ കയറി വിളിച്ചിരിക്കുക. ഒരു മിനിറ്റ്, ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ, ഒരു വീട്. വീട്ടിൽ ആരും ഉണ്ട്, അവിടെ അതിനകത്ത് കയറി വിളിച്ചിരിക്കണ്ട. ഇവിടെ വേറൊരു വീടും കൂടി ഉണ്ട്. നമുക്കപ്പോൾ ഇവിടെ വിളിച്ചിരിക്കാം. ഇത് നല്ലൊരു സ്ഥലം. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാം. ഗ്രീൻ മീൻസ് ഗോ, ലെറ്റ്സ് ഗോ. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ അവിടെ പോയിട്ട് വിളിച്ചിരിക്കുക. എനിക്കാണെങ്കിൽ ഈ സ്ഥലത്തിന് പരിചയമില്ലേ. ഒരു മിനിറ്റ്, ഇവിടെ ഒരു വീടുണ്ടല്ലോ, നമുക്ക് ആ വീട്ടിൽ കയറി വിളിച്ചിരിക്കാം. ഇത് അണ്ണൻ്റെ വീടാണ് ആക്ച്വലി. നമുക്കപ്പോൾ ഇവിടെ വിളിച്ചിരിക്കാം. ഞാനിപ്പോൾ അവിടെ പോയി ചോദിച്ചിരിക്കുക. ഇവിടെ ലിവിങ് റൂമുണ്ട്. ഇവിടെ വേണ്ട, അണ്ണൻ സുഖമായിട്ട് കണ്ടുപിടിക്കും. നമുക്ക് വേറെ ടൈം പോയി വിളിച്ചിരിക്കാം. ഒരു മിനിറ്റ്, ഇതെന്ത് റൂമാ? തുറന്നു നോക്കാം. ഇതൊരു ബാത്റൂമാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ നിൽക്കാം. അണ്ണൻ ആദ്യം ലിവിങ് റൂമിൽ പോയിട്ട് വരുള്ളൂ, എന്നിട്ടായിരിക്കും അകത്തേക്ക് വരുള്ളൂ. നമുക്ക് ഇവിടെ നിൽക്കാം. ഞാനിവിടെ പോയി വിളിച്ചിരിക്കുക. വീടിന് അകത്തേക്ക് കയറണ്ട, വേറെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോയി വിളിച്ചിരിക്കുക. ഒരു മിനിറ്റ്, ഇവിടെ സാധനം ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ വിളിച്ചിരുന്നല്ലോ. എന്ത് പറയണു? നമുക്കപ്പോൾ അതിൻ്റെ അകത്ത് വിളിച്ചിരിക്കാം. അത് നല്ലൊരു സ്ഥലമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയത്തില്ല. നമുക്കപ്പോൾ അതിനകത്ത് തന്നെ കയറി വിളിച്ചിരിക്കാം. അല്ലാണ്ട് നമുക്കൊരു ചോയ്സ് ഇല്ലേ. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി വിളിച്ചിരിക്കാം. ഇത് നല്ലൊരു സ്ഥലമായതുകൊണ്ടാണ് ഞാൻ പറയണത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ. നമുക്കപ്പോൾ എപ്പോഴും വിളിച്ചിരുന്നാലോ, ഈ വീട്ടിൽ കയറിയല്ലോ. അവിടെ തരം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കയറണ്ട. നമുക്കപ്പോൾ ഇവിടെ കയറാം, അത് നിൽക്കാം. ഒരു കാര്യം ചെയ്യാം, രഹസ്യമില്ലേ. നമുക്കപ്പോൾ ഇതിനകത്ത് കയറി വിളിച്ചിരിക്കാം. വിളിച്ചിരിക്കാം. ഇത് നല്ലൊരു സ്ഥലം. ചേസ് ഓൺ ദ കേസ്. അപ്പോൾ കേസ് അന്വേഷിക്കാലോ. ഞാൻ ആക്ച്വലി കേസിനാണ് വന്നത്, പക്ഷെ ഞാനിപ്പോൾ ഇവിടെ വിളിച്ച് കളിക്കുക. കുഴപ്പമില്ല, ബോറടി മാറ്റാൻ വിളിച്ചാണ് കളിക്കേണ്ടത്, അല്ലാണ്ട് വേറെ കളിയൊന്നും കളിക്കാൻ പാടില്ല. നമുക്കപ്പോൾ ഈ വീട്ടിൽ കയറി വിളിച്ചിരിക്കാം. നമുക്കപ്പോൾ ഇവിടെ നിൽക്കാം. ഈ ഗ്ലാസ്സിനെ അപ്പുറത്തേക്കണ്ട, അണ്ണൻ സുഖമായിട്ട് തന്നെ കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ നിൽക്കാം. ലെറ്റ്സ് ഡൈവ് ഇറ്റ്. ഞാനിപ്പോൾ അവിടെ പോയിട്ട് വിളിച്ചിരിക്കുക. ഞാനും കൂടെ എല്ലാവരും ഇപ്പോൾ വിളിച്ചിട്ടുണ്ടാവും. ഞാനും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ഞാനിപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ പോയി നോക്കി, എനിക്ക് വേറെ സ്ഥലമൊന്നും കിട്ടണില്ല. ഒരു മിനിറ്റ്, ഈ വീട് അത് കയറിയാലോ. ഈ വീട് നല്ലൊരു വീടാണ്. നമുക്കപ്പോൾ ഇവിടെ വിളിച്ചിരിക്കാം. ഇത് നല്ലൊരു സ്ഥലമാണ്. നമുക്കപ്പോൾ ഈ സൈഡിൽ ഞങ്ങൾ നിൽക്കാം. അപ്പോൾ ഈ ചെരുപ്പോളം ഞാൻ കണ്ടുപിടിക്കുള്ളൂ. നമുക്ക് നോക്കി നോക്കാം. മിനിറ്റ്, ഞാനിപ്പോൾ ആടെ കിടക്കണം കേട്ടോ, ഒരു രസത്തിന്. നമുക്കപ്പോൾ ഈ ജനലിൽ അവിടെ നിൽക്കണ്ട, അപ്പാണ് സുഖമായിട്ട് കണ്ടുപിടിക്കുക. അണ്ണന് പിന്നെ ഭയങ്കര എക്സ്പെൻസീവാ. അവിടെ നിൽക്കാം. 98 98 99 100. ഓക്കെ, ഇവിടെ 100 വരെ എണ്ണിയിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഓരോരുത്തരായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് വീട്ടിൽ സെർച്ച് ചെയ്യാം. ഈ നമുക്കില്ലേ ഈ സൈഡ് നോക്കി നോക്കാം. ഇവിടെ വിളിച്ചിരുന്നല്ലോ. അത് കുഴപ്പമില്ല. നമുക്ക് ഈ റൂമിൽ നോക്കി നോക്കാം. ഇവിടെയും ഇല്ല. ഇനി ഞാനിവിടെ പോയി നോക്കാം. ഒരു മിനിറ്റ്, ഇവിടെ ആരും ഇല്ല. ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട്, അത് അടച്ചിട്ടേക്കാം.
നമുക്ക് ബാക്കിയുള്ള തപ്പാം. ആ ഇവിടെ ആരും ഒളിച്ചിരിക്കണില്ല. ഹേയ് പട്ടി കൊണ്ടിട്ടല്ലോ. ആ ഇതാരത്? ഗ്രീൻ മീൻസ് ഗോ. ഇവിടെ അങ്ങനെ റോക്കിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടാ. റോക്കിനെയാണ് ഫസ്റ്റ് കണ്ടുപിടിച്ചത്. അടുത്ത കളിയിൽ അവനടിക്കാണ്ടാവും. പക്ഷെ എൻ്റെ ഫസ്റ്റ് പിടിക്കുന്ന ടാർഗറ്റ് മാർഷലായിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ നേരത്തെ അവിടെ ഒരാളെ കണ്ടല്ലോ. ആ ഇതാരത്? ഡിസ് പപ്പ് ഗാഡസ് ഫ്ലൈ. ഇവിടെ അങ്ങനെ സ്കൈനെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ അടുത്ത ആളെ കണ്ടുപിടിക്കാം. അടുത്തത് എൻ്റെ ടാർഗറ്റ് ഈ ചേസാണ്. ഇനി ചേസ് അവിടെ പോയി വിളിച്ചിരിക്കണ്ടാവും. എന്തായാലും ഇവരുടെ അടുത്തെങ്കിലും ഉണ്ടാവും. നമുക്കപ്പോൾ ഇല്ലേ ഒരു മിനിറ്റ്, ഈ വീടിനകത്ത് കയറി നോക്കിയാലോ. ഈ വീടിനകത്ത് ആരെങ്കിലും ഉണ്ടായാലോ. ആ ഇതാരത്? റബിൾ ഓൺ ദ ഡബിള് സെറ്റ്. ഇവിടെ അങ്ങനെ റബിളിനും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി 3 പേര് മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് അടുത്ത ആളെ കണ്ടുപിടിക്കാം. അതിന് മുമ്പില്ലേ ഈ വീഡിയോ ഇതുവരെ ലൈക്ക് അടിക്കാത്തതാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാട്ടാ. അത് മാത്രമല്ല ചാനൽ സബ് ചെയ്യാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടെ സബ് ചെയ്യാം. നമുക്കപ്പോൾ ഇവിടെയൊക്കെ നോക്കി നോക്കാം. എന്നിട്ട് ഈ വെപ്പൺ സ്മിത്തിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരും ഇല്ല. ഇവിടെ ചെസ് അടിക്കണ്ടല്ലോ. ഈ ചെസ്സിനകത്ത് പിന്നെ തീട്ട മാത്രമേ ഉള്ളൂ. നമുക്കപ്പോൾ അടുത്ത ആളെ കണ്ടുപിടിക്കണം. അടുത്ത ആൾ ഇനി എവിടെയാണോ? ഇവിടെ ഒരു വീടുണ്ട് കേട്ടാ. ഇവിടെ എത്താർക്ക് അറിയില്ലോ. നോക്കി നോക്കാം. ഇവിടെ ആരും ഇല്ലല്ലോ. ഡോറൊന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ആൾ കണ്ടുപിടിക്കാം. ഇവിടെ അല്ലേ ഈ വീട് നോക്കിയാൽ ഇവിടെ ആരും ഇല്ല. എടാ അവരവിടെ പോയേ. ഇനി 3 കൂടി ഉള്ളൂ. ഈ 3 അവിടെ പോയി വിളിച്ചെങ്കിൽ എനിക്കറിയില്ല. നമുക്ക് ഈ വീഡിയോ അത് നോക്കിയാൽ ഇവിടെയും ആരും ഇല്ല. അവിടെ വിളിക്കണ്ട. നമുക്കപ്പോൾ അടുത്ത ആളെ കണ്ടുപിടിക്കണ്ടേ. മറ്റുള്ളവരവിടെ പോയാപ്പോ നമ്മൾ പിന്നെ നോക്കാത്ത സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്കപ്പോൾ ഇല്ലേ അപ്പുറം പോയി നോക്കി നോക്കാം. അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടായാലോ. എൻ്റെ ടാർഗറ്റ് മാർഷലാണ്. എൻ്റെ ഈ വീടിനകത്ത് ഇറങ്ങിയിട്ടുണ്ടോ? ഈ വീടിനകത്തും ആരും ഇല്ല. ഇവിടെ ജസ്റ്റ് ഉണ്ട്. ഓ ഇതിനകത്ത് ഫുള്ള് ഫുഡുണ്ട്. ആ അതിലോട്ടെ ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. സാധാരണ നമ്മളെ ഒളിച്ചിരിക്കാനുള്ള വീട് ഇതാണ്. പക്ഷെ ഇവിടെ ആരും ഇല്ല. വാവ്, നമുക്കപ്പോൾ അടുത്ത സ്ഥലത്ത് നോക്കാം. ഇനിയൊക്കെ 3 പേര് മാത്രമേ ഉള്ളൂ. അവരൊക്കെ എവിടെയാവോ? ഒരു മിനിറ്റ്, അതാരാ? ആ ഇതാരത്? ലെറ്റ്സ് ഡൈ വെയിറ്റ്. ഇവരെങ്ങനെ സൂമേനെയും കണ്ടുപിടിച്ചു. ഈ 2 പേര് മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ എൻ്റെ ടാർഗറ്റ് മാർഷലാ. നമുക്കപ്പോൾ അപ്പുറമൊക്കെ പോയി നോക്കി നോക്കാം. നമുക്കപ്പോൾ ഈ വീട്ടിൽ കയറി നോക്കി നോക്കാം. ഇതിനകത്ത് കയ്യിലുണ്ടോ? ആ ഇതാരത്? ഐ എം ഫയർഡ് അപ്പ്. ഇവിടെ അങ്ങനെ മാർഷലും കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടാ. അല്ല ഇനി ഒരാളും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ആ ചേസ്. അതിൻ്റെ അർത്ഥം അവനാണ് കളി ജയിച്ചത്. അവിടെ ചേച്ചേ എല്ലാവരും ഓടി വന്നോ? അപ്പോൾ ഇന്നത്തെ കളിയുടെ വിന്നറില്ലേ വേറെ ആരുമില്ല, നമ്മുടെ ചേസാണ്. ചേസിന് സമ്മാനം ഉണ്ട്. എന്നെ ഇപ്പോൾ തരാം. ഒരു മിനിറ്റ്. ചേസിന് ഇഷ്ടം പോലെ കാശാണ് ഈ സമ്മാനം. ഈ എമറാൾഡാണ് സമ്മാനം കേട്ടോ. ഇതാണ് ചേസിൻ്റെ സമ്മാനം. ഇന്ന പിടിച്ചോ. താങ്ക് യു അണ്ണാ. ഞാനിത് കിട്ടുന്ന തീരെ പ്രതീക്ഷ ഉണ്ടായില്ല. ശരി അണ്ണാ, ഡയലോഗ് അത് പറയണ്ടേ? ആ അപ്പോൾ ഇന്ന് നമ്മുടെ ചേസ് വിജയിച്ചില്ലേ. അതുകൊണ്ട് ബാക്കിയുള്ളതാണ്. പക്ഷേ ഫസ്റ്റ് കണ്ടുപിടിച്ച ആള് അത് നമ്മുടെ റോക്കിയാണ് കേട്ടാ. അപ്പോൾ അടുത്ത കളിയിൽ റോക്കി അടിക്കാണെന്ന് അതിലാട്ടെ. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. എൻ്റെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ എന്നെ വിളിച്ച് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.